വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാട്ട് ടോക്കീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. കുറേ നാളായി ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഫൈനലി ഇന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലൂയി ഹിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഭയങ്കര വലിയ പാർക്കാണ്. ഇവിടെ ലൈക്ക് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. കമോൺ. വീടിന്റെ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു റോഡ് സാൻഡിവുഡ് എന്നാണ് ഈ റോഡിനെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ റെന്റിന് നിൽക്കുന്ന വീടാണ്. അപ്പോൾ ഞങ്ങൾ വീട് മാറിയെന്ന് പറഞ്ഞപ്പോൾ കുറേ ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഹോം ടൂർ. സോ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം. കുട്ടികളൊന്നും തുറക്കാറില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നോക്കില്ല. സോ ഇതാണ് ഞങ്ങളുടെ വീട്. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷൂറാക്ക് ഉണ്ട്. ആക്ച്വലി ജിനുവിന്റെ ബുദ്ധിയിൽ നിർമ്മിച്ചൊരു ഷൂറാക്കാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഷൂറാക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് ഒരുമിച്ച് വെച്ചു. അപ്പൊ നമുക്ക് ഇനി ഒന്നും പെട്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഷൂറാക്ക് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും ഡോറടയ്ക്കാം. നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ കീ ഹോൾഡർ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഈ നേരെ നമ്മൾ കയറി വരുമ്പോൾ വരുന്നത് ലിവിങ് റൂമിലോട്ടാണ്. സോ ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് മൂവി കാണാനും എല്ലാത്തിനൊക്കെ ഇവിടെയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ലിവിങ് റൂം. അതിന്റെ ഭയങ്കര വെളിച്ചാട്ടോ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള ഒരു പ്ലേസ് ലിവിങ് റൂമും കിച്ചണാണ്. നല്ല വെളിച്ചമാണ്. പിന്നെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഇവിടുത്തെ ആന്റി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും ഞങ്ങളുടെ ഒരു എഫേർട്ടും ഇല്ല, എല്ലാം ആന്റിയാണ്. സോ ഇതില് കുറെ പ്ലാന്റ്സ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലുണ്ട്. ഇപ്പൊ ജിനുവിന്റെ ലാപ്പൊക്കെ ഇരിക്കുന്നത്. ബിക്കോസ് ജിനു കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്, ഞാനും ഇവിടെയാണ് ഫുൾ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ആരും ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഹോപ്പ്ഫുള്ളി വി വിൽ സ്റ്റാർട്ട് കൊണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ഹാളിലോട്ട് വരുമ്പോൾ തന്നെ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്തിടും. ബിക്കോസ് എനിക്ക് ഈ ഒരു ഹാളിലെ ലൈറ്റ് എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ഇവിടെ നമുക്ക് ടി വി ഉണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ടി വിയിലാണ്. ഞാൻ കൂടുതലും ടി വിയിലാണ്. യൂട്യൂബ് വീഡിയോസ് ആണ്. എന്റെ വീഡിയോസ് തന്നെ ഞാൻ കുറെ നേരം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ കുറെ ഡോക്യുമെന്ററീസ്. പിന്നെ എന്റെയും ജിനുവിന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ക്ലിപ്പൊക്കെ കാണിച്ചു തരാട്ടോ. രാത്രി ആകുമ്പോൾ ഇവിടെ വന്നിരിക്കുക, ഏതെങ്കിലും ഒരു പ്രേതപ്പടം ഇടുക, എന്തെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആക്കുക, കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്. സോ ഇനി നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. സോ ഈ വാഷ്റൂം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മോഡൽ വാഷ്റൂം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. ഇവിടെ ചെറിയൊരു വാഷ്റൂം ആട്ടെ. ഇവിടെ ജസ്റ്റ് നമ്മുടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു വാഷ്റൂം ഏരിയ. വി ഹാവ് ഗുഡ് ഹാൻഡ് ഷവർ. ഇവിടെ എല്ലാവരും ഞാൻ UK വന്നപ്പോൾ തൊട്ട് എന്നോട് ചോദിക്കുന്നത് ഹാൻഡ് ഷവർ ഇല്ലല്ലോ, എന്താ ചെയ്യുന്നതൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഈ വീട്ടിൽ ഹാൻഡ് ഷവർ ഉണ്ട്. ആൻഡ് കുഞ്ഞൊരു വാഷ്റൂമാണ്. സോ ഇനി നമ്മുടെ വാഷ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ വരുന്നത് കിച്ചണിലോട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. അതായത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. സോ ഞാനിവിടെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും, നമുക്ക് കുറെ ഡ്രോയേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മള് കപ്സ്, പിന്നെ പൗഡേഴ്സ്, അതൊന്നും കാണിക്കേണ്ടത്. ലൈക്ക് പൗഡേഴ്സ് കാര്യങ്ങൾ അങ്ങനെ പറയും. പിന്നെ ഓവൻ, കെറ്റിൽ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമുക്ക് ഈ നാട്ടില് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള തിങ്ങാണ് ഓവൻ. നമുക്ക് ഓവൻ ഇല്ലാണ്ട് പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ പെട്ടെന്ന് ഫുഡ് തണുക്കും. അപ്പൊ നമുക്ക് ഓവൻ ഉണ്ട്. ആൻഡ് വി ഹാവ് ഗോട്ട് ഫ്രിഡ്ജ് ഹിയർ. ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജ് ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ ഇപ്പൊ തൽക്കാലം അധികം സാധനങ്ങളൊന്നും ഇല്ല. ഒരു ദിവസം ഞാൻ ഇതിന്റെ വീഡിയോസ് ചെയ്യാം, ഫ്രിഡ്ജ് ടൂർ കാണിച്ചു തരാം. അതാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൂടുതൽ ഇവിടെ തന്നെയായിട്ട് കഴിക്കുന്നത്. ഹാളിൽ ഇരുന്ന് കഴിക്കുന്ന വേണ്ടി നമുക്ക് കുറച്ച് കുറവാണ്. ബിക്കോസ് നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് കഥയൊക്കെ പറയും. ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് TV സെക്ഷനൊന്നും കൊണ്ടുവരാറില്ല. നമ്മൾ ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ പ്ലാൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ദിസ് ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ പിന്നെ ജിനു കുറെ നാൾ മുന്നേ ജിനുവിൽ കുറെ നിറച്ച് ആപ്പിളൊക്കെ ഫില്ല് ചെയ്തായിരുന്നു. ആപ്പിൾ ബനാനൊക്കെ ഫില്ല് ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചെറിയ ആളെ കാണിച്ചു തരാൻ കേട്ടോ. നോക്കൂ, ഇതൊക്കെ ആന്റി ചെയ്താട്ടോ. നോക്കൂ, ഇവിടെ നമുക്ക് ഓറഞ്ച് ഉണ്ട്. ഇത് ഭയങ്കര പുളിയാന്നാ പറഞ്ഞേ. സോ നമുക്ക് ഇവിടെ ഓറഞ്ച് ഉണ്ട്. ഇനി നമുക്ക്
ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം. So this is our backyard. ഇതും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ബട്ട് വി ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം ഹിയർ. എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ ടൈം, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കും. ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല കാറ്റും അടിപൊളിയാണ്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഇവിടെ കുറേ പ്ലാന്റ്സ് ആൻറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ കുറേ ചെടികളുണ്ട് ഇവിടെ, കുറേ ബ്യൂട്ടിഫുൾ ചെടികൾ കാര്യങ്ങൾ. ആൻഡ് വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ജിനു, ഇതെന്തത്? ആപ്പിൾ. വി ഹാവ് ഗോട്ട് ആപ്പിൾ ഹിയർ. നമ്മുടെ നോർമൽ ആപ്പിൾ അല്ല, ഒരു ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. സോ ഇവിടെ നമുക്ക് ആപ്പിൾ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡ്രീമായിട്ട് ഇങ്ങനെ കൈ എത്തുന്നെടുത്ത് ഇങ്ങനെ സാധനങ്ങൾ കിട്ടുക, പറിച്ച് കഴിക്കുക, അതൊക്കെ പറയുമ്പോൾ. സോ അതുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ കുറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് ചെയ്താട്ടോ. ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് ചെയ്തതും കാര്യങ്ങളൊക്കെ. ക്യാബേജ് ഉണ്ട്, ക്യാബേജ്, ലെറ്റ്യൂസ് ലീഫ്, ഇതെന്തായിരുന്നു, ടൊമാറ്റോ, പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പയറ്. ആൻഡ് ഇവിടെ നമുക്ക് ഈ അടുത്ത് ഉണ്ടായിരുന്നു കുറച്ച് ബീൻസ് നമുക്ക് കിട്ടി. അത് നമ്മൾ ആൻഡ് അത് വെച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ആക്കിയായിരുന്നു. ആൻഡ് സ്ട്രോബെറി ഉണ്ട് കേട്ടോ ഗൈസ് നമുക്ക്. പക്ഷെ ഇതിപ്പോ ഇല്ല, മേ ബി അതിന്റെ സീസൺ കഴിഞ്ഞു. സ്ട്രോബെറി ആയിരുന്നില്ല. ആൻഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇത് ഇപ്പൊ നമ്മളോട് ആന്റി പറഞ്ഞത് ഇങ്ങനെ ഇവിടുത്തെ ആളുകൾ കൂടുതലും സൺബാത്തും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. സൺബാത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സമ്മറിൽ ഇങ്ങനെ ഒരു ഡ്രിങ്ക്സിനൊക്കെ ഒന്ന് ഗെറ്റ് ടുഗെദർ ചെയ്യാനും കാര്യങ്ങൾക്കും. പിന്നെ ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയി. സോ അങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. സോ ഓക്കെ, ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങൾ നോക്കാം. കമോൺ. അതിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ജീവൻ ചെയ്യുന്ന കാര്യം കയറി നിൽക്കുക. ഓക്കെ, വെയിറ്റ് നോക്കുക. 49 ആയിട്ടാണ് വെയിറ്റ്. ആ വെയിറ്റ് നോക്കുക, തിരിച്ചു വരാം. തന്നെ നമ്മുടെ പരിപാടി രാവിലെ എഴുന്നേറ്റിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ ഏത് വീടിന്റെ ഹൗസ് വാമിങ്ങാനും ഫസ്റ്റ് ആ വീട്ടിൽ പോയി നോക്കുന്നത് വാഷ്റൂം ആട്ടോ. വാഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്റെ വാഷ്റൂമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് ഈ വാഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാഷ്റൂം. സോ ഇവിടെ നമ്മളിവിടെ പേഴ്സണൽ കാര്യങ്ങളും ഇവിടെയൊക്കെ ലൈക്ക് നമ്മുടെ ഷാമ്പൂ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഷവർ ഏരിയ ഉണ്ട്. ഇവിടെ കൂടുതൽ വീടുകളിലും ഞങ്ങളുടെ പഴയ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ബാത്ത് ടബ് ആണ്. സോ ഇവിടെ ഇപ്പൊ അതുവരെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് വെരി ഗുഡ്. സോ നമുക്ക് ഈ ബെഡ്റൂമിലോട്ട് പോകാം. ക്യാമറമാനോൻ ജിനുവിനോടൊപ്പം നന്ദന. നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ ഈ മിററും വാഷ്റൂമിലെ മിററും നോക്കി കഴിയുന്ന ഒരു സന്തോഷം. എന്തൊരു പ്രത്യേക ഭംഗിയാണ് ഈ മിററിൽ നോക്കിയിട്ട്. ഔട്ട്ഫിറ്റ് ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, ഇത് ആന്റീന്റെ ഒക്കെ ബെഡ്റൂം ആണ്. സോ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സോ ഇത് നമ്മളുടെ റൂമൊക്കെ പോലെ തന്നെയാണ്, അത്രയും വലുപ്പമൊക്കെ തന്നെയാണ്. സോ പക്ഷെ നമുക്ക് കൂടുതൽ കാണിച്ചു തരാനുള്ളത് ഞങ്ങളുടെ റൂമാണ്. പിന്നെ ഞങ്ങൾ ഈ ഹോം ടൂറിന് വേണ്ടി പ്രത്യേക ഒതുക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ റൂം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നേക്കുന്നത്. ഇനി അതൊന്നും നിങ്ങൾ വിചാരിച്ചോ ഇത് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി ഒരു ഒതുക്കിയതാണെന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങളുടെ റൂം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഇവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ട് വരുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ കൂടുതൽ ഇവിടെ ഇടുന്നത്. അതിൻ്റെ ഇവിടെ നമ്മുടെ വാർഡ്രോബ് ഉണ്ട്. ഈ വാർഡ്രോബ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഒതുക്ക കാര്യങ്ങളുണ്ടാവില്ല. കാരണം ഞാനാണ് എപ്പോഴും നശിപ്പിച്ചിരുന്നത്. ജിനു ഒതുക്കിയിടും, ഞാൻ നശിപ്പിച്ചിടും, ജിനു ഒതുക്കിയിടും, ഞാൻ നശിപ്പിച്ചിടും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഓക്കെ, സോ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ. ഇനി ബെഡിന്റെ താഴെയും ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മേക്കപ്പ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. കാരണം നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് ഏത് വീട്ടിൽ പോലും ഉറക്കാൻ പറ്റില്ല, തിരിച്ച് ഈ ബെഡ്റൂമിൽ തന്നെ വരണം. സോ ഇവിടെ ഇപ്പോൾ ജിനുവിന്റെ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് സാധനങ്ങളുള്ളത് ജിനുവിനാണ്. എല്ലാവരുടെയും വിചാരം ഞാനാണ് ഭയങ്കര ഒരുക്കം, ഞാനാണ് കുറെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ല, ജിനുവിനാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ. അതാ നോക്കൂ, ഏറ്റവും കൂടുതൽ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്.
പിന്നെ നമ്മുടെ സ്കിൻ ഞാൻ ഉപയോഗിക്കാറില്ല. അതെ, അതാണ് പ്രശ്നം. ജിനു ഉപയോഗിക്കാറില്ല. കുറെ സംഭവങ്ങൾ ജിനുവിന്റെ പല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പോലും നാട്ടിൽ നിന്ന് കേൾക്കാതെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് ജിനുണ്ട്. പക്ഷെ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാം വന്നിട്ട് പിന്നെ ഒന്ന് തട്ടുമെത്തിയൊക്കെ നോക്കണത് ഞാനാണ്. ആൻഡ് ഇവിടെ ജിനുവിന്റെ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ എന്റെ സ്കിൻ കെയർ സാധനങ്ങൾ, എന്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും, അതിന് കുറച്ച് സംഭവങ്ങള്, ആക്സസറീസ്, ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇതെനിക്ക് ജിനു വാങ്ങിച്ചു തന്നെ കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ പരാതിയാണ്, എനിക്ക് വെളിച്ചടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ നേരത്തെ എഴുന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാണ്ട് എനിക്ക് ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ. നമുക്ക് അത് ക്യൂട്ടായിട്ടില്ല. സോ ഇതിവിടെ ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ ക്യാൻഡിൽ. ഇതൊക്കെ നമ്മൾ രാത്രി നമ്മൾ എങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതിനുള്ളതിന്റെ വീഡിയോ വരുന്നതായിരിക്കും. ആൻഡ് ദിസ് ഈസ് അവർ ബെഡ്. സോ ഇതാണ് ഞങ്ങളുടെ ബെഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ ജിനുവിന്റെ ക്യൂട്ട് ടെഡിക്കുട്ടനുണ്ട്. അവിടെ അതാ ജിനുവിന്റെ ക്യൂട്ട് ടെഡിക്കുട്ടനുണ്ട്. ആ ടെഡിക്കുട്ടൻ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നല്ല. ഇത് കൊള്ളേണ്ടവർ ഈ വീഡിയോ ആടുമ്പോൾ കൊണ്ടോളും, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ മിറർ ഉണ്ട്. ഇത് നമ്മുടെ പഴയ വീട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിലും ഈ മിറർ ഉണ്ട് പഴയ വീട്ടില്. ആ കുട്ടൻ തന്നെയാണ്. പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവരെനിക്ക് തന്ന കുറച്ച് ഫോട്ടോസ്. പിന്നെ ഇത് കുറച്ച് പോളറൈറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഞങ്ങൾ ഓർഗനൈസ് ചെയ്യണം. ഇനി ഞങ്ങളുടെ റൂമിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഭാവിയിൽ. സോ യാ, ഇവിടെ നമ്മുടെ ഡ്രസ്സും ബാഗും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ മുകളിലത്തെ റൂം. ഇനി ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. ഇതിപ്പോ ജിനുവിന് വർക്കുള്ള ടൈമിൽ ജിനു ഇവിടെ ഇരുന്നാ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു കിടന്നിരുന്നത്. നമ്മൾ ആരും യൂസ് ചെയ്യുന്ന റൂമല്ല, എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട്. ഇതുപോലെ ചെറിയൊരു ബെഡ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ വീട്ടിൽ നമുക്ക് പെട്ടികളെ കൊണ്ടൊക്കെ ഭയങ്കര ഇതാകും. കാരണം നമ്മുടെ കുറേ സ്ഥലം കൊണ്ടുപോയത് പെട്ടികളാണ്. ഇവിടെ നമുക്ക് ലൈക്ക് ഒരു സ്റ്റോർ റൂം ഉണ്ട്. സോ ഇതിൽ നിറച്ച് പെട്ടികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്. ചെറിയൊരു വീഡിയോ ആണ്, എനിക്ക് അറിയില്ല എല്ലാവരും ചെയ്യുന്ന ഹോം ടൂർ പോലെ അടിപൊളി ആയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം സമയവും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയും. ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറയും. ഈ ഹോം ടൂർ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഇല്ല, നമ്മളൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത്ര ഉള്ള റൂംസ് ഒക്കെ. ഇവിടുത്തെ വീടുകളൊക്കെ ഇത്രയാണ്, ചെറുതാണ്. നമ്മുടെ നാട്ടിലെ വീടുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറുതാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടം, എങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുപോലത്തെ കുറേ വീഡിയോസ് ആയിരുന്നായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ബൈ.